ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ നിന്നും ആവർത്തിച്ച് ചോദിച്ച 25 ക്വസ്റ്റ്യൻസ് ആണ്. റാങ്ക് മേക്കിംഗ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവൽ ഏതുവരെയാണെന്ന്. ഡിസംബർ 1 മുതൽ ഈ ഒരു ചാനലിൽ പി എസ് സി ബേസിക്സ് എന്ന എൻ്റെ ഈ ചാനലിൽ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള LDCക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബിഗിനേഴ്സ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കൂടാതെ CRT ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുന്നതിനും LDC പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് എത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ബുള്ളോക്ക് ഈസ് ഡാഷ്. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഹൈഫർ ആണ്. ഫെമിനിൻ ജെൻഡർ ഓഫ് ബുള്ളോക്ക് ഹൈഫർ. പിക്ക് ഔട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് പെയിൽ. പെയിലിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റെഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്തത്, ബോൺ ഓഫ് മാരീഡ് പാരൻസ് ഈസ് ഡാഷ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലെജിറ്റിമേറ്റ് ആണ്. ലെജിറ്റിമേറ്റ്. ലെജിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ മിക്കുള്ള ആൾക്കാർക്കും ഇവിടെ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉള്ളത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഓർമ്മിച്ചിരിക്കുക, ലെജിബിൾ എന്നാൽ നമുക്ക് വായിക്കാൻ, റീഡബിൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ലെജിബിൾ യൂസ് ചെയ്യുന്നത്. ലെജിറ്റിമേറ്റ് ആണ് നിയമപരമായി എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലെജിറ്റിമേറ്റ്. ദെൻ ആസ് ഫ്രണ്ട്ലെസ് ആസ് ഡാഷ്. അപ്പോൾ ഇത് സ്മൈലീസിൽ സ്ഥിരം വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തത് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. അസാൻ അലാം ക്ലോക്ക് എന്നാണ് ആൻസർ. ആസ് ഫ്രണ്ട്ലെസ് അസാൻ അലാം ക്ലോക്ക്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ വേർഡ് ഓഫ് സിമിലർ മീനിങ് ടു ബിഹേവിയർ ഈസ്. ബിഹേവിയർ എന്ന് വെച്ചാൽ എന്താണ്? പെരുമാറ്റം അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഡിപ്പോർട്ട്മെൻ്റ് ആണ് ആൻസർ. പെരുമാറ്റ രീതി എന്നുള്ള അർത്ഥത്തിൽ ഡിപ്പോർട്ട്മെൻ്റ് ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ദെൻ എ ബ്രീഫ് സമ്മറി ഓഫ് എ ബുക്ക് ഈസ്. നോ കൺഫ്യൂഷൻ, ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. എപ്പിട്ടോമാണ്. എപ്പിട്ടോമാണ് എ ബ്രീഫ് സമ്മറി ഓഫ് എ ബുക്ക്. ദെൻ ദ വേർഡ് കണക്റ്റിംഗ് ഗോഡ്സ് ഈസ് ഡാഷ്. ഗോട്ടു ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ചോദ്യം? ഓപ്ഷൻ സി ആണ് ആൻസർ. ക്യാപ്രിനാണ് വരുന്നത്. ക്യാപ്രിൻ. ഓക്കെ, അപ്പോൾ എന്താണ്? ക്യാപ്രിനാണ് ഗോഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വേർഡ്. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് അബോറൻസ്. അബോറാണെങ്കിൽ വെറുപ്പാണ് അല്ലേ. അപ്പോൾ ഇവിടെ അബോറൻസ് എന്താണെന്നാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഹാട്രഡ് ആൻഡ് ഡിസ്ഗസ്റ്റ് എന്നാണ് മീനിങ്. അബോറൻസിൻ്റെ മീനിങ് ഹാട്രഡ് ആൻഡ് ഡിസ്ഗസ്റ്റ് ആണ്. Then ninth question, replace the underlined word using the phrasal verb with a similar meaning. Our states undergo a period of acute financial crisis. ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിലൂടെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ഗോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് ഫ്രേസൽ വെബാണ്. അണ്ടർഗോ മീനിങ് ഉള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഗോ ത്രൂ ആണ് ആൻസറായിട്ട് വരുന്നത്. ഗോ ത്രൂ ആണ്. ഓക്കെ, ഗോ ത്രൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഫ്രേസൽ വെബ്സിൻ്റെ എല്ലാം മീനിങ് എല്ലാം കറക്റ്റ് പഠിക്കണം. അപ്പോൾ ഷെഡ്യൂൾ ചെയ്ത രീതിയിൽ നിങ്ങൾക്കൊരു എനിക്കൊരിക്കലും നിങ്ങൾക്ക് 20ക്ക് 20 ഇംഗ്ലീഷിന് മാർക്ക് എന്താണ് വാങ്ങിത്തരാമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു 50% മാത്രമേ പഠിപ്പിക്കുന്ന ആളിൻ്റെ കയ്യിൽ ഉള്ളൂ. ബാക്കി 50% നിങ്ങളുടെ ഹാർഡ് വർക്കാണ്. ആ 50% നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ 20ന് 18, 19 മാർക്ക് സ്കോർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? LDCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടെലഗ്രാം ചാനൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ ഓപ്ഷൻ വിച്ച് ഹാസ് ദ മീനിങ് ഓഫ് ദ എക്സ്പ്രഷൻ ടു സ്ട്രൈക്ക് എ കോഡ്. ഓപ്ഷൻ എ, ടു ട്രീറ്റ് സംവൺ വിത്ത് ഹാട്രഡ്. ബി, ടു ഇഗ്നോർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. To conduct a strike. To say something that other people sympathize. അപ്പോൾ ടു സ്ട്രൈക്ക് എ കോഡ് എന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്പ്രഷൻ്റെ മീനിങ് ഓപ്ഷൻ ഡി ആണ്. ടു സേ സംതിങ് ദാറ്റ് അതർ പീപ്പിൾ സിമ്പതൈസ് എന്നതാണ് മീനിങ് വരുന്നത്. ഓക്കെ,
അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ. കറക്റ്റ് ദ പ്രോവർബ് മീനിങ് ബൈ റീപ്ലേസിങ് ദ വെർബ്. സ്ലോ ആൻഡ് സ്റ്റഡി ഈസ് ദ റൈസ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പയ്യെ തിന്നാൽ പനയും തിന്നാം. ദാറ്റ് ഈസ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ്. Then 12ാമത്തെ ക്വസ്റ്റ്യൻ. ഗീവ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് എക്സ്പാൻഡ്. എക്സ്പാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഓപ്ഷൻ സി ആണ്, കോൺട്രാക്റ്റ് ആണ്. എക്സ്പാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? വികസിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സങ്കോചിക്കുകയാണ്. ദാറ്റ് ഈസ് സി, കോൺട്രാക്റ്റ് ആണ് ആൻസർ വരുന്നത്. ദെൻ 13ാമത്തെ ക്വസ്റ്റ്യൻ. Pick out the word which is not a synonym of the given words. Option A, abundant. B, foray. Then forsake. D, forgo. നമ്മൾ ഓപ്ഷനിലേക്ക് കണ്ണ് നട്ട് നോക്കാനുള്ളതാണ്. ഇവിടെ abundant, അതുപോലെ forsake, forgoയൊക്കെയുടെ മീനിങ് ഗിവ് അപ്പ് ആണ്, ഉപേക്ഷിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, foray ആണ്. ദാറ്റ് ഈസ് കൊല്ലുക അല്ലെങ്കിൽ കൊലപാതകം, എന്താണ്, കൊള്ളയടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഫോറേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സെപ്ഷൻ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൈമ ഫേഷ്യ മീൻസ് എന്താണ് പ്രൈമ ഫേഷ്യ? ഓപ്ഷൻ സി ആണ് ആൻസർ. അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ് ആണ് പ്രൈമ ഫേഷ്യ എന്നാൽ. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ. ആഡ് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ. ദ ടീച്ചർ വാസ് ഫ്യൂരിയസ് ഡാഷ് മീ ഫോർ ബീയിങ് കെയർലെസ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഫ്യൂരിയസിൻ്റെ കൂടെ ചേർക്കുന്ന പ്രിപ്പോസിഷൻ വിത്ത് ആണ്, വിത്ത് പീപ്പിൾ ആണ്. അപ്പോൾ ഫ്യൂരിയസ് വിത്ത് പീപ്പിൾ ആണ്. സോ ഇവിടെ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ മീ ആണ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വിത്ത് എന്നുള്ള പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ 16ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് റോങ്ലി യൂസ്ഡ്? ഹേർഡ് ഓഫ് എലിഫൻസ്, ഹെഡ് ഓഫ് ആൻസ്, എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ഹെഡ് ഓഫ് കാറ്റിൽ. ഇതിനകത്ത് ഏതാണ് റോങ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഏതാണ് റോങ് ആയിട്ട് യൂസ് ചെയ്യുന്ന? ഹേർഡ് ഓഫ് ആൻസ് ആണ്. കോളനി ഓഫ് ആൻസ് എന്നേ പറയത്തുള്ളൂ. ആൻസിൻ്റെ കളക്റ്റീവ് നൗൺ കോളനിയാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ. സബ്സ്റ്റിറ്റ്യൂട്ട് വിത്ത് വൺ വേർഡ് വൺ ഹൂ ട്രീറ്റ്സ് മൈനർ ഡിസോർഡേഴ്സ് ഓഫ് ദ ഫീറ്റിന് മൈനർ ഡിസോർഡർ ഉണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കൈറോപോഡിസ്റ്റ് എന്നാണ് പറയുന്നത്. കൈറോപോഡിസ്റ്റ്. അപ്പോൾ ഇതൊരു എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ റാങ്ക് ഫയൽസിലൊന്നും കണ്ടില്ല. അപ്പോൾ ഇങ്ങനെയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നത്. വൺ ഹൂ ട്രീറ്റ്സ് മൈനർ ഡിസോർഡേഴ്സ് ഓഫ് ദ ഫീറ്റ്. ഓപ്ഷൻ സി, കൈറോപോഡിസ്റ്റ് ആണ്. Then 18ാമത്തെ ക്വസ്റ്റ്യൻ. നോ വൈഫ് ക്യാൻ ഡാഷ് ദ ടോർച്ചേഴ്സ് ഓഫ് ഹെർ ഹസ്ബൻഡ്. നോ വൈഫ് ക്യാൻ ഡാഷ് ദ ടോർച്ചേഴ്സ് ഓഫ് ഹെർ ഹസ്ബൻഡ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. പുട്ടപ്പ് വിത്ത് ആണ് ആൻസർ. പുട്ടപ്പ് വിത്ത്, സഹിക്കുക. ഓക്കെ, ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ. അറ്റ് ദ ക്ലൈമാക്സ് ഓഫ് ദ ഫിലിം ദർ വാസ് എ ഡാഷ് ബിറ്റ്വീൻ ദ ഹീറോ ആൻഡ് ദ വില്ലൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, ഡുവൽ. ദെൻ ഡ്വെൽ, സി, ഡുവൽ. ദെൻ ഡി, ഡ്യുവൽ. ഏതാണ് ആൻസർ വരുന്നത്? അറ്റ് ദ ക്ലൈമാക്സ് ഓഫ് ദ ഫിലിമിൻ്റെ ക്ലൈമാക്സിൽ ദർ വാസ് എ ഡാഷ് ബിറ്റ്വീൻ ദ ഹീറോ ആൻഡ് വില്ലൻ. വില്ലന് ഹീറോ ആയിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അപ്പോൾ ഫൈറ്റ് എന്ന മീനിങ് ഉള്ളത് വേണം വരണം. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഡ്യുവലിൻ്റെ മീനിങ് ഫൈറ്റ് എന്നാണ്. ഓക്കെ, അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. എ ബേർഡ് ഓഫൺ ഡാഷ് എഗ്സ് ആൻഡ് ഹാച്ച് ദ ചിക്സ്. ഇതിവിടെ തരാനുള്ള കാരണം ഇതിനകത്ത് കുറച്ച് ഗ്രാമറും കൂടിയുണ്ട്. കാരണം എന്ന് പറയുന്നത് ഓഫൺ എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ടെൻസൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ടെൻസ് പഠിക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സിനും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ളതിനെ സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. എ ബേർഡ് ഓഫൺ എന്ന് വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് സൂചിപ്പിക്കുകയാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ അതിൻ്റെ ഡു ഓർ ഡസ് ഫോമാണ് വെർബ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ലേസ് എന്നാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഇത് കൺഫ്യൂസിങ് വേർഡ്സിലും ചോദിക്കാൻ ചാൻസ് ഉള്ള വേർഡാണ് ഈ ലൈനൊക്കെ. സോ അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ലേസ് ആണ്. എ ബേർഡ് ഓഫൺ ലേസ് എഗ്സ് ആൻഡ് ഹാച്ച് ദ ചിക്സ്. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ.
റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്. അണ്ടർലൈൻ ഇടാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ എന്താണ് ഓപ്പോസിറ്റ് മീനിങ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ജോൺ ഈസ് ഡെസിറസ്. ഡെസിറസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡെസിറസ് ആണ് അണ്ടർലൈൻഡ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതിൽ ഏതാണെന്നാണ്. ഓപ്ഷൻ ഡി ആണ്, അൺഡെസിറസ് ആണ് ആൻസർ. ഡെസിറസ്, അൺഡെസിറസ്. ദെൻ വിച്ച് വൺ ഓഫ് എമംഗ് ദ ഓപ്ഷൻ ഈസ് ഫ്രഞ്ച് ഇൻ ഒറിജിൻ. തന്നിട്ടുള്ളവരിൽ ഫ്രഞ്ച് ഒറിജിൻ ഉള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. കാറ്റിലിന് 3 ടി ഇല്ല, 2 ടിയേ ഉള്ളൂ. കാറ്റിൽ CATTLE ആണ്. കാറ്റിലാണ് ഫ്രഞ്ച് ഒറിജിൻ വേർഡ് ആയിട്ടുള്ളത് തന്നിട്ടുള്ളതിൽ. Then 23rd question. What does the following idiom means? A bolt from the blue. അപ്പോൾ ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. ആൻ അൺഎക്സ്പെക്റ്റഡ് തിങ് ഹാപ്പൻഡ് എന്നതാണ് ആൻസർ. ആൻ അൺഎക്സ്പെക്റ്റഡ് തിങ് ഹാപ്പൻഡ്. ദെൻ ദ മീനിങ് ഓഫ് പെർസീവ് ഈസ്. എന്താണ് പെർസീവിൻ്റെ മീനിങ്? ഓപ്ഷൻ ബി ആണ്, ഒബ്സർവ് ആണ്. പെർസീവിൻ്റെ മീനിങ് ഒബ്സർവ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു വീഡിയോയിലെ ദ വേർഡ് കട്ടൈൽ മീൻസ് ദ വാട്ട് ദറ്റ് ഈസ് ഓപ്ഷൻ എ, റെഡ്യൂസ് ആണ് കട്ടൈലിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലാത്ത ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. നമുക്ക് ആദ്യം ഡിസംബർ മാസം ഫുള്ള് ഗ്രാമർ അതുപോലെ തന്നെ അത്യാവശ്യം ചോദിച്ചിട്ടുള്ള വൊക്കാബുലറീസ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെവലായതിനു ശേഷം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആദ്യമേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞത്ര ഔട്ട്പുട്ട് ലഭിക്കാനുള്ള ചാൻസ് ഇല്ല, കൺഫ്യൂഷൻ ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ടെൻസൊക്കെ അറിയാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഡിസംബർ മാസത്തിലെ കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് മിസ്സാവും, ഫ്രീ ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.